ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി തോരനായിട്ടാണ്. വെണ്ടയ്ക്ക വെച്ചിട്ട് നമ്മൾ തോരനും മപ്പാസും മെഴുക്കുവരട്ടിയും ഒക്കെയല്ലേ ഉണ്ടാക്കാറുള്ളത്. ഇന്ന് നമുക്ക് വെണ്ടയ്ക്കയും മുട്ടയും വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം കേട്ടോ. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ മൂത്ത വെണ്ടയ്ക്ക എടുക്കരുതേ. ഇതിൻ്റെ അറ്റമൊന്ന് ഒടിച്ചു നോക്കിയാൽ മതിയേ അത് മൂത്തതാണോ അല്ലയോ എന്നറിയാനേ. മൂത്തതാണെങ്കിൽ അതിൻ്റെ അറ്റം ഒടിയത്തില്ല കേട്ടോ. ഞാൻ ഈ വെണ്ടയ്ക്കയെല്ലാം നന്നായിട്ട് ഉപ്പിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുള്ളതാണേ. വെണ്ടയ്ക്കയിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അറ്റം ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് വട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരപ്പുണ്ടാക്കാം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരവിയതും 2 പച്ചമുളകും ഒരു വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ ചിരകി വെച്ചതും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാമേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. വെള്ളമില്ലാതെ വേണേ അരച്ചെടുക്കാനേ. ഈ തേങ്ങ അങ്ങ് അരഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുക്കാവുള്ളേ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം സവോള ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി 2 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് സവോള ഒരു ഗ്ലാസ് പരുവം ആകുന്നവരേക്കും വഴറ്റി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റണേ. ഇനി അരച്ചു വെച്ച അരപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി തേങ്ങയുടെ പച്ചമണം മാറുന്നവരേക്കും വഴറ്റണേ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വരുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നടുക്ക് ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂകി ദാ ഇങ്ങനെയൊന്ന് ചിക്കിയെടുക്കാമേ. ഇനി ഈ മുട്ടയും വെണ്ടയ്ക്കയും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള വെണ്ടയ്ക്ക മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക കഴിക്കാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കൂ കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു തോരനാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.